ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കേക്കിൻ്റെ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഏതൊക്കെ കേക്കാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ കേക്ക് വന്നിട്ടുള്ളത് ഒരു ഹാഫ് KG മം ടു ബി കേക്കാണ് കേട്ടോ. മം ടു ബിയിലെ സ്റ്റിക്കറാണ് കൊടുത്തിട്ടുള്ളത്. ലേസർ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പാച്ചുല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 കളർ വെച്ചിട്ട് പിങ്കും ബ്ലൂവും വെച്ചിട്ടൊരു ഡിസൈന് സ്പാച്ചുലയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് കുറച്ച് ഷുഗർ ബോൾസുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു. 2 kg ആട്ടോ വെയിറ്റ് വന്നിട്ടുള്ളത്. 8 ഇഞ്ചും 5 ഇഞ്ചുമാണ് കേക്കിൻ്റെ ടിൻ സൈസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്മേൽ ഞാൻ സ്പാച്ചുല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ റിബൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എൻഗേജ്ഡ് എന്നുള്ളൊരു റിബൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ സ്പാച്ചുല ഡിസൈനൊക്കെ ഉള്ള കേക്കുകൾ നമ്മൾ ഫൈനലൈസിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആ സ്പാച്ചുല ഡിസൈൻ കൊടുക്കണം. നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടി കണ്ട് വെച്ച് സ്പാച്ചുല ഡിസൈൻ പിന്നെ കൊടുക്കുകയാണെങ്കിൽ ആ ഡിസൈൻ തന്നെ ആകെ മാറിപ്പോവും. നമുക്കത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഡിസൈൻ കിട്ടൂല. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ടോപ്പ് ഫോർവേഡ് കേക്ക് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത്. 2 ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബട്ടർഫ്ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് 1 kgയിലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാട്ടോ ചെയ്തിട്ടുള്ളത്. 2 കളറാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അടിയിൽ വൈറ്റും മേലെ പിങ്കും. ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബായ്.